സംസ്ഥാനത്ത് വ്യാപകമായി മഴ തുടരുകയാണ്. ചിലയിടങ്ങളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയും മറ്റുള്ളവങ്ങളിൽ അതിതീവ്ര മഴയും പെയ്യുകയാണ്. ഇപ്പോൾ അലർട്ടിൻ്റെ കാര്യം പരിശോധിക്കുകയാണെങ്കിൽ മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ റെഡ് അലർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. വയനാട് ജില്ലയിലും റെഡ് അലർട്ടാണ്. മറ്റ് ജില്ലകളിലെല്ലാം യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നു. അത്തരത്തിലാണ് മഴയുടെ അലർട്ട് സാഹചര്യമുള്ളത്. നാളേക്ക് വരുമ്പോൾ കൂടുതൽ ജില്ലകളിൽ നാളത്തെ അലർട്ട് വരുമ്പോൾ തിരുവനന്തപുരം, അതോടൊപ്പം തന്നെ ആലപ്പുഴ, കൊല്ലം ജില്ലകളിൽ ഒഴികെ മറ്റെല്ലാ ജില്ലകളിലും, പത്തനംതിട്ട മുതൽ മുകളിലോട്ട് അങ്ങോട്ട് എല്ലാ ജില്ലകളിലും റെഡ് അലർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതീവ ജാഗ്രത വേണം എന്നുള്ളതാണ് നാളത്തെ മുന്നറിയിപ്പ്. 1-ാം തീയതി വരെ, അടുത്ത മാസം ആദ്യവാരം വരെ മഴ ഇത്തരത്തിൽ തുടരും എന്നുള്ളതാണ് മുന്നറിയിപ്പിൽ പറയുന്നത്. ശക്തമായ ജാഗ്രത വേണം. ശക്തമായ കാറ്റുകൂടി വീശുന്നുണ്ട്. അതും വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. തെക്കൻ ജില്ലകളിൽ നിലവിൽ കാര്യമായ മഴക്കെടുതി പ്രശ്നങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നില്ല. തിരുവനന്തപുരത്താണെങ്കിൽ കൂടി ഇന്നലെയൊക്കെ ശക്തമായ മഴയുണ്ടായിരുന്നു. ഇന്നലെ രാവിലെ മുതൽ തന്നെ നമ്മൾ ഈ കെടുതിയുടെ പ്രശ്നങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നതാണ്. വെള്ളക്കെട്ടുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ മലയോര മേഖലയിൽ വ്യാപകമായ കൃഷിനാശമുണ്ടായിരുന്നു. ഇന്ന് പക്ഷേ തലസ്ഥാന ജില്ലയിൽ ഒറ്റപ്പെട്ട മഴ ഇടയ്ക്കിടയ്ക്ക് രാത്രിയിൽ പെയ്തു പോയെങ്കിൽ കൂടി കാര്യമായ പ്രശ്നങ്ങൾ ഇതുവരെയും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഇനിയിപ്പോൾ ഉച്ചകഴിഞ്ഞ് മഴയുണ്ടാകുമോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു പ്രശ്നം. കഴിഞ്ഞ ദിവസം അങ്ങനെയായിരുന്നു. ഉച്ചയ്ക്ക് ശേഷം ശക്തമായ മഴയുണ്ടായിരുന്നു. നിലവിലെന്തായാലും തലസ്ഥാന ജില്ലയിൽ നിന്നും അപകട വിവരങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്യാനുള്ള മഴക്കെടുതി സംബന്ധിച്ച് നിലവിൽ ശാന്തമായ അവസ്ഥയാണുള്ളത്. കഴിഞ്ഞ ദിവസം റവന്യൂ മന്ത്രി കെ രാജൻ പറഞ്ഞതാണ്, മഴയുണ്ടായാൽ തന്നെ പ്രശ്നങ്ങൾ ഉണ്ടായാൽ തന്നെ നേരിടാനുള്ള ക്രമീകരണങ്ങളെല്ലാം സജ്ജമാണ്. 3950 ക്യാമ്പുകൾ സജ്ജമാക്കിയിട്ടുണ്ട്. 5 ലക്ഷം പേരെ മാറ്റിപ്പാർപ്പിക്കാനുള്ള ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. അങ്ങനെ എല്ലാ മുൻകരുതലുകളും എടുത്തിട്ടുണ്ട്. റവന്യൂ ഉദ്യോഗസ്ഥർ 1-ാം തീയതി വരെ ലീവ് എടുക്കരുത് എന്നൊരു നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. മലയോര മേഖലയിലേക്കുള്ള യാത്രയൊക്കെ ചെയ്യുമ്പോൾ ജാഗ്രത പാലിക്കണം എന്നുള്ളതാണ് മറ്റൊരു നിർദ്ദേശം. തീരദേശ മേഖലയിലുള്ളവരും ജാഗ്രത പാലിക്കണമെന്ന് നിർദ്ദേശമുണ്ട്. നിലവിലെന്തായാലും തെക്കൻ ജില്ല ശാന്തമാണ്. പക്ഷേ വടക്കൻ ജില്ലയിൽ ഇപ്പോഴും അതിരൂക്ഷമായ മഴ തുടരുന്നു എന്നുള്ളതാണ് മുന്നറിയിപ്പ്.